In this video, I'll explain about Pocso Act അഥവാ Protection of Children from Sexual Offences Act. കുട്ടികൾക്കെതിരായ ലൈംഗിക ചൂഷണവും ലൈംഗികാതിക്രമവും ഫലപ്രദമായി നേരിടാൻ ലക്ഷ്യമിട്ട് 2012 പാർലമെന്റ് പാസാക്കിയതാണ് പോക്സോ നിയമം അഥവാ Protection of Children from Sexual Offences Act. The necessity of the Pocso Act അഥവാ പോക്സോ നിയമത്തിന്റെ ആവശ്യകത എന്തൊക്കെയാണെന്ന് നോക്കാം. ലോകത്ത് ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ജനസംഖ്യയുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. 2011 സെൻസസ് ഡാറ്റ കാണിക്കുന്നത് ഇന്ത്യയിൽ 18 വയസ്സിന് താഴെയുള്ള 472 ദശലക്ഷം കുട്ടികൾ ഉണ്ടെന്നാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 കുട്ടികളുടെ സംരക്ഷണം ഇന്ത്യൻ പൗരന്മാർ ഉറപ്പു നൽകണമെന്ന് പറയുന്നു. കൂടാതെ കുട്ടികളുടെ അവകാശങ്ങൾ സംബന്ധിച്ച UN കൺവെൻഷനിൽ ഇന്ത്യയും ഒപ്പുവെച്ചിട്ടുണ്ട്. പോക്സോ നിയമം നടപ്പിലാക്കുന്നതിന് മുൻപ് 2003 ഗോവ ചിൽഡ്രൻസ് ആക്ട് ആയിരുന്നു ഇന്ത്യയിൽ ചൈൽഡ് അബ്യൂസിന് എതിരെയുണ്ടായിരുന്ന ഏക നിയമം. ഇന്ത്യൻ പീനൽ കോഡ് അഥവാ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ IPC 375, 354, 377 വകുപ്പുകൾ പ്രകാരം കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നതിനെ വിചാരണ ചെയ്തിരുന്നു. IPC 375 ബലാത്സംഗം, IPC 354 ഒരു സ്ത്രീയുടെ എളിമയെ പ്രകോപിപ്പിക്കുക, IPC 377 പ്രകൃതി വിരുദ്ധ കുറ്റകൃത്യങ്ങൾ എന്നിവയെ ക്രിമിനലൈസ് ചെയ്യുന്നു. എന്നിരുന്നാലും ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരമുള്ള നടപടികൾക്ക് പോരായ്മകൾ ഉണ്ടായിരുന്നു. കാരണം നിയമത്തിലെ വിവിധ ലൂപ്പ് ഹോൾസ് അഥവാ പഴുതുകൾ കാരണം IPCക്ക് കുട്ടികളെ ഫലപ്രദമായി സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല. IPC 375 ഇരകളായ പുരുഷന്മാരെ ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നില്ല. കൂടാതെ IPC 354 മൊഡസ്റ്റി അഥവാ വിനയം എന്ന വാക്കിന് നിയമപരമായ നിർവചനം നൽകിയിട്ടില്ല. അതിനാൽ ഈ നിയമപ്രകാരം വളരെ ദുർബലമായ പിഴ മാത്രമേ ലഭിക്കുകയുള്ളൂ. മാത്രമല്ല ഈ നിയമം ഒരു ആൺകുട്ടിയുടെ വിനയം സംരക്ഷിക്കുന്നില്ല. ഇതുകൂടാതെ IPC 377 പ്രകൃതിവിരുദ്ധ കുറ്റകൃത്യങ്ങൾ എന്ന പദം നിർവചിച്ചിട്ടില്ല. സെയിം ജെൻഡറിൽ ഉള്ള ആളുകളുടെ ആക്രമണത്തിന് ഇരകളായവർക്ക് മാത്രമേ ഇത് ബാധകമാകൂ. അതിനാൽ IPC നിയമങ്ങൾ ഫലപ്രദമായിരുന്നില്ല. മേൽപ്പറഞ്ഞ പോരായ്മകൾ ഉള്ളതിനാൽ IPCക്ക് പകരം ഒരു പ്രത്യേക ശിശു സംരക്ഷണ നിയമത്തിനായി നിയമനിർമ്മാണ പരിഷ്കരണം ആവശ്യമായിരുന്നു. അതിനാലാണ് 2012 കുട്ടികളുടെ സംരക്ഷണത്തിനായി മേൽപ്പറഞ്ഞ പോരായ്മകൾ പരിഹരിക്കുന്ന പോക്സോ നിയമം നടപ്പിലാക്കിയത്. നെക്സ്റ്റ് ഈസ് സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ദി പോക്സോ ആക്ട് അഥവാ പോക്സോ നിയമത്തിന്റെ പ്രധാന സവിശേഷതകൾ. IPCയിൽ നിന്ന് വ്യത്യസ്തമായി പോക്സോ നിയമം അനുസരിച്ച് കുട്ടികൾ എന്നത് 18 വയസ്സിന് താഴെയുള്ള വ്യക്തികളാണ്. പോക്സോ നിയമം ലിംഗഭേദമില്ലാതെയാണ് നിർവചിച്ചിരിക്കുന്നത്. ഒന്നിൽ മാത്രം പരിമിതപ്പെടുത്താതെയുള്ള വിവിധ തരത്തിലുള്ള സെക്ഷൽ ഹരാസ്മെന്റ് അഥവാ ലൈംഗിക ദുരുപയോഗം പോക്സോ നിയമത്തിൽ നിർവചിച്ചിരിക്കുന്നു. കുട്ടിക്ക് മാനസികാസ്വാസ്ഥ്യം ഉള്ളതുപോലെയുള്ള ചില സാഹചര്യങ്ങളിൽ കുട്ടികളെ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യുന്നത് ഗുരുതരമായി കണക്കാക്കപ്പെടുന്നു. കൂടാതെ ഒരു ഡോക്ടർ, അധ്യാപകൻ, പോലീസുകാരൻ, കുടുംബാംഗം എന്നിങ്ങനെ വിശ്വാസയോഗ്യമായ സ്ഥാനത്തുള്ള ഒരു വ്യക്തി ദുരുപയോഗം ചെയ്യുമ്പോഴും അത് ഗുരുതരമായ കുറ്റമായി കണക്കാക്കപ്പെടും. നീതിന്യായ വ്യവസ്ഥയുടെ കൈകളിൽ കുട്ടി വീണ്ടും ഇരയാകുന്നത് ഒഴിവാക്കാൻ മതിയായ വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ അന്വേഷണ പ്രക്രിയയിൽ ശിശു സംരക്ഷകന്റെ റോളിൽ ഒരു പോലീസുകാരനെ നിയമിക്കുന്നു. കുറ്റം റിപ്പോർട്ട് ചെയ്ത തീയതി മുതൽ 1 വർഷത്തിനുള്ളിൽ കേസ് തീർപ്പാക്കാനും അന്വേഷണ പ്രക്രിയയെ കഴിയുന്നത്ര ശിശു സൗഹൃദമാക്കാനും വേണ്ടി അത്തരം നടപടികൾ കൈക്കൊള്ളണമെന്നും നിയമം അനുശാസിക്കുന്നുണ്ട്. ഇത്തരം കുറ്റകൃത്യങ്ങളുടെയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെയും വിചാരണയ്ക്കായി പ്രത്യേക കോടതികൾ സ്ഥാപിക്കാൻ പോക്സോ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. നിയമത്തിന്റെ 45-ാം വകുപ്പ് പ്രകാരം ചട്ടങ്ങൾ അഥവാ നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനാണ്. നിയമം നടപ്പാക്കുന്നത് നിരീക്ഷിക്കുന്നതിനായി ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷനെയും സംസ്ഥാന ബാലാവകാശ കമ്മീഷനുകളെയും നിയുക്ത അതോറിറ്റിയായി നിയമിച്ചിട്ടുണ്ട്. രണ്ടും നിയമാനുസൃത സ്ഥാപനങ്ങളാണ്. ഇവിടെ NCPCR എന്നാൽ നാഷണൽ കമ്മീഷൻ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സും SCPCRs എന്നാൽ സ്റ്റേറ്റ് കമ്മീഷൻസ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സുമാണ്. മറ്റേതെങ്കിലും നിയമത്തിലെ വ്യവസ്ഥകളുമായി പൊരുത്തക്കേടുണ്ടെങ്കിൽ പോക്സോ നിയമം അത്തരം നിയമത്തിലെ വ്യവസ്ഥകളെ അസാധുവാക്കുമെന്ന് നിയമത്തിന്റെ 42-ാം വകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. ലൈംഗികാതിക്രമങ്ങൾ നിർബന്ധമായും റിപ്പോർട്ട് ചെയ്യണമെന്ന് പോക്സോ നിയമം ആവശ്യപ്പെടുന്നു. കൂടാതെ ഒരു വ്യക്തിയെ അപകീർത്തിപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ള തെറ്റായ പരാതി നിയമപ്രകാരം ശിക്ഷാർഹമാണ്. നെക്സ്റ്റ് ഈസ് പോക്സോ ആക്ട് ജനറൽ പ്രിൻസിപ്പിൾസ് അഥവാ പൊതുതത്വങ്ങൾ. 2012 പോക്സോ നിയമം സംസ്ഥാന സർക്കാരുകൾ
ശിശുക്ഷേമ സമിതി, പോലീസ്, പ്രത്യേക കോടതികൾ, NGOകൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രൊഫഷണലുകൾ എന്നിവയുൾപ്പെടെ വിചാരണ വേളയിൽ ഹാജരായിട്ടുള്ളവരും വിചാരണയ്ക്കിടെ കുട്ടിയെ സഹായിക്കുന്നവരും ഒരുപോലെ പാലിക്കേണ്ട 12 പ്രധാന തത്വങ്ങളെപ്പറ്റി വിശദീകരിക്കുന്നു. ഫസ്റ്റ് വൺ, റൈറ്റ് ടു ലൈഫ് ആൻഡ് സർവൈവൽ അഥവാ ജീവിക്കാനും അതിജീവിക്കാനുമുള്ള അവകാശം. ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികവും മാനസികവും വൈകാരികവുമായ ദുരുപയോഗത്തിൽ നിന്നും അവഗണനയിൽ നിന്നും വിചാരണയ്ക്കിടെ ഒരു കുട്ടിയെ സംരക്ഷിക്കണം എന്ന് ഇത് വ്യക്തമാക്കുന്നു. സെക്കൻഡ് വൺ, ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദി ചൈൽഡ് അഥവാ കുട്ടിയുടെ താൽപ്പര്യങ്ങൾ. അതായത് വിചാരണ വേളയിൽ പ്രാഥമിക പരിഗണന കുട്ടിയുടെ ഡെവലപ്മെന്റിനു വേണ്ടി ആയിരിക്കണം. തേർഡ് വൺ, റൈറ്റ് ടു ബി ട്രീറ്റഡ് വിത്ത് ഡിഗ്നിറ്റി ആൻഡ് കമ്പാഷൻ അഥവാ മാന്യതയോടെയും അനുകമ്പയോടെയും പരിഗണിക്കപ്പെടാനുള്ള അവകാശം. നീതിന്യായ പ്രക്രിയയിലുടനീളം ഇരകളായ കുട്ടികളെ കരുതലോടെയും അനുകമ്പയോടെയും പരിഗണിക്കണം. ഫോർത്ത് വൺ, റൈറ്റ് ടു ബി പ്രൊട്ടക്റ്റഡ് ഫ്രം ഡിസ്ക്രിമിനേഷൻ അഥവാ വിവേചനത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെടാനുള്ള അവകാശം. കുട്ടിയുടെ സാംസ്കാരികമോ മതപരമോ ഭാഷാപരമോ സാമൂഹികമോ ആയ ആഭിമുഖ്യം പരിഗണിക്കാതെ നീതിന്യായ പ്രക്രിയ സുതാര്യവും നീതിയുക്തവും ആയിരിക്കണം. ഫിഫ്ത്ത് വൺ, റൈറ്റ് ടു സ്പെഷ്യൽ പ്രിവെന്റീവ് മെഷേഴ്സ് അഥവാ പ്രത്യേക പ്രതിരോധ നടപടികൾക്കുള്ള അവകാശം. ഇരകളായ കുട്ടികൾ വീണ്ടും ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പോക്സോ നിയമം നിർദ്ദേശിക്കുന്നു. അതിനാൽ പ്രതിരോധ നടപടികളും പരിശീലനവും കുട്ടികളുടെ സ്വയം സംരക്ഷണത്തിനായി നൽകണം. സിക്സ്ത് വൺ, റൈറ്റ് ടു ബി ഇൻഫോംഡ് അഥവാ അറിയിക്കപ്പെടുന്നതിനുള്ള അവകാശം. ഇരയായ കുട്ടിയോ സാക്ഷിയോ ലീഗൽ പ്രൊസീഡിങ്സ് അഥവാ നിയമ നടപടികളെക്കുറിച്ച് നന്നായി അറിഞ്ഞിരിക്കണം. സെവൻത് വൺ, റൈറ്റ് ടു ബി ഹേർഡ് ആൻഡ് ടു എക്സ്പ്രസ് വ്യൂസ് ആൻഡ് കൺസേൺസ് അഥവാ കേൾക്കാനും കാഴ്ചപ്പാടുകളും ആശങ്കകളും പ്രകടിപ്പിക്കാനുമുള്ള അവകാശം. ഓരോ കുട്ടിക്കും അവരെ ബാധിക്കുന്ന കാര്യങ്ങൾ കേൾക്കാനും അറിയാനുമുള്ള അവകാശമുണ്ട്. എയ്ത്ത് വൺ, റൈറ്റ് ടു ഇഫക്റ്റീവ് അസിസ്റ്റൻസ് അഥവാ ഫലപ്രദമായ സഹായത്തിനുള്ള അവകാശം. കൗൺസിലിംഗ്, ആരോഗ്യം, സാമൂഹിക വിദ്യാഭ്യാസ സേവനങ്ങൾ, സാമ്പത്തികവും നിയമപരവുമായ സഹായം, ശാരീരികവും മാനസികവുമായ വീണ്ടെടുക്കലിനു വേണ്ട സേവനങ്ങൾ, കുട്ടിയുടെ രോഗശാന്തിക്ക് ആവശ്യമായ മറ്റ് സേവനങ്ങൾ എന്നിവ കുട്ടിക്ക് നൽകണം എന്ന് പോക്സോ നിയമം നിർദ്ദേശിക്കുന്നു. നയൻത് വൺ, റൈറ്റ് ടു പ്രൈവസി അഥവാ സ്വകാര്യതയ്ക്കുള്ള അവകാശം. പ്രീ ട്രയലിലും വിചാരണ പ്രക്രിയയുടെ എല്ലാ ഘട്ടങ്ങളിലും കുട്ടിയുടെ സ്വകാര്യതയും ഐഡന്റിറ്റിയും സംരക്ഷിക്കപ്പെടണം. 10th വൺ, റൈറ്റ് ടു ബി പ്രൊട്ടക്റ്റഡ് ഫ്രം ഹാർഡ്ഷിപ്പ് ഡ്യൂറിംഗ് ദ ജസ്റ്റിസ് പ്രോസസ് അഥവാ നീതിന്യായ പ്രക്രിയയിൽ ബുദ്ധിമുട്ടുകളിൽ നിന്ന് സംരക്ഷിക്കപ്പെടാനുള്ള അവകാശം. നീതിന്യായ നടപടിക്രമത്തിനിടെ ഒരു കുട്ടിക്ക് ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ കുറയ്ക്കണം എന്ന് പോക്സോ നിയമം പറയുന്നു. 11th വൺ, റൈറ്റ് ടു സേഫ്റ്റി അഥവാ സുരക്ഷിതത്വത്തിനുള്ള അവകാശം. നീതിന്യായ പ്രക്രിയയ്ക്ക് മുമ്പും ശേഷവും ഇരയായ കുട്ടി സംരക്ഷിക്കപ്പെടണം. 12th വൺ, റൈറ്റ് ടു കോമ്പൻസേഷൻ അഥവാ നഷ്ടപരിഹാരത്തിനുള്ള അവകാശം. ഇരയായ കുട്ടിക്ക് ദുരിതാശ്വാസത്തിനും പുനരധിവാസത്തിനും നഷ്ടപരിഹാരം നൽകാം എന്നും പോക്സോ നിയമം വ്യക്തമാക്കുന്നുണ്ട്. കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങൾ എളുപ്പത്തിലും നേരിട്ടും റിപ്പോർട്ട് ചെയ്യുന്നതിനും പോക്സോ ആക്ട് 2012 പ്രകാരമുള്ള കേസുകൾ സമയബന്ധിതമായി തീർപ്പാക്കുന്നതിനും വേണ്ടി യൂണിയൻ മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് അഥവാ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം പരാതി നൽകുന്നതിനുള്ള ഒരു ഓൺലൈൻ മാനേജ്മെന്റ് സിസ്റ്റം പോക്സോ ഇ ബോക്സ് ന്യൂഡൽഹിയിൽ ആരംഭിച്ചിട്ടുണ്ട്. പോക്സോ നിയമത്തിലെ വ്യവസ്ഥകളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വ്യക്തമാക്കിയത്. ഇതുകൂടാതെ എല്ലാ സർക്കാർ പരീക്ഷാ ഉദ്യോഗാർത്ഥികളും കുട്ടികളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന ലോകമെമ്പാടുമുള്ള മറ്റ് സംരംഭങ്ങൾ, പദ്ധതികൾ, സംഘടനകൾ എന്നിവയെപ്പറ്റിയും തീർച്ചയായും മനസ്സിലാക്കിയിരിക്കണം. കുട്ടികൾക്കെതിരായ അതിക്രമം അനുദിനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. വിദ്യാസമ്പന്നരായ ആളുകളിൽ നിന്നും ഇത്തരം പ്രവൃത്തികൾ ഉണ്ടാകുന്നു എന്നതാണ് ഏറെ പ്രയാസകരമായ കാര്യം. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം 2017 മുതൽ 2020 വരെ ഇന്ത്യയിൽ 24 ലക്ഷത്തോളം ഓൺലൈൻ ചൈൽഡ് സെക്ഷൽ അബ്യൂസ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ തന്നെ 80% 14 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളാണ്. യുനിസെഫിന്റെ റിപ്പോർട്ട് പ്രകാരം 94% ചൈൽഡ് സെക്ഷൽ അബ്യൂസ് കേസുകളിലും കുറ്റവാളികളെ കുട്ടികൾക്ക് നേരിട്ട് അറിയാവുന്നതാണെന്നും അതിൽ തന്നെ 54% കേസുകളിൽ കുറ്റവാളികൾ ക്ലോസ് ഫാമിലി മെമ്പേഴ്സോ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ആണെന്നും വ്യക്തമാക്കുന്നു. കുട്ടികളുടെ സംരക്ഷണം ഓരോ വ്യക്തിയുടെയും കടമയാണ് എന്നതോർത്തുകൊണ്ട് ഒരു നല്ല നാളേക്ക് വേണ്ടി അവരെ സംരക്ഷിക്കുവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്നാശംസിക്കുന്നു.